വൈക്കത്തപ്പന്റെ അഷ്ടമി ദർശനം നേടി ഭക്തജനങ്ങൾ. പെരുംതൃക്കോവിലപ്പന്റെ സർവാഭരണ വിഭൂഷിതമായ മോഹനരൂപം ദർശിച്ച് ഭക്തർ സായുജ്യം നേടി. രാത്രിയിൽ അഷ്ടമി വിളക്കും നാളെ ആറാട്ടും നടക്കും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേയാൽ ചുവട്ടിൽ തപസിൽ മുഴുകിയ വ്യാഘ്രപാദ മഹർഷിക്ക് പത്നി സമേത മഹാദേവൻ ദർശനവും അനുഗ്രഹവും നൽകിയ പുണ്യമുഹൂർത്തം വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി. പെരുംതൃക്കോവിലപ്പന്റെ സർവാഭരണ വിഭൂഷിതമായ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ 3:30 നട തുറന്നു. ഉഷപൂജയ്ക്കും എതിർത്ത പൂജയ്ക്കും ശേഷം 4:30 അഷ്ടമി ദർശനം. സായുജ്യരായി ആയിരങ്ങൾ. അഷ്ടമി ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈക്കത്തപ്പനെ ദർശനം നടത്തുന്ന ഭക്തർക്ക് പാർവതി സമേതനായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ സന്നിധാനത്ത് അഷ്ടമി നാളിൽ 121 പറാരിയുടെ വിഭവസമൃദ്ധമായ പ്രാതലാണ് ഒരുക്കിയത്. രാത്രിയിൽ വർണ്ണാഭമായ അഷ്ടമി വിളക്ക് നടക്കും. വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും സമീപ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തുകളും ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് കൂടിയെഴുന്നള്ളുകയും ചെയ്യും. നാളെ വൈകിട്ട് ഉദയനാപുരത്താണ് ആറാട്ട് നടക്കുക. കൂടിപ്പൂജ വിളക്ക് എന്നിവയോടെ മഹോത്സവത്തിന് തിരശീല വീഴും. ജനം, കോട്ടയം.